സാറ് എറണാകുളത്ത് മഹാരാജാസിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സാറിനെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. സാറ് ചങ്ങമ്പുഴയുടെ കബറിടത്തിൽ സ്ഥിരമായിട്ട് പോവുകയും അവിടെ ചെന്ന് എന്താണ് അങ്ങയുടെ മനസ്സുണ്ടായിരുന്നെന്ന് അറിയത്തില്ല, അങ്ങനത്തെ ഒരു ശീലം അങ്ങേക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ചങ്ങമ്പുഴയെ പറ്റി അത്ര വലിയ മതിപ്പാണ്. കാരണം എന്നെ കവിത വായിക്കാൻ പഠിപ്പിച്ചത് ചങ്ങമ്പുഴയാണ്. ചങ്ങമ്പുഴയുടെ വരികൾ, നിരവധി വരികൾ എനിക്ക് ഓർക്കാൻ കഴിയും. ഞാൻ എൻ്റെ യൗവനകാലത്ത് അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കവിത വായിച്ചത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അതൊരു പെൺകുട്ടിയെ പറ്റി ചങ്ങമ്പുഴ എഴുതിയ ഒരു കവിതയാണ്. ജീവിതത്തിൽ നീ ഉഷസ്സേ തൂ വെളിച്ചം തൂകി നിന്നു, കൺമണി നീ വന്നത് തൊട്ട് മനസ്സിൽ പൂവിരിഞ്ഞു, അക്കൊഴിഞ്ഞ പൂക്കളുമായി നിൽക്കുമെന്നെ നീ മറന്നു. ആകെ 6 വരികളുള്ള ഒരു കവിതയാണ്. പക്ഷെ എന്നെ കുട്ടിക്കാലത്ത് വളരെ ആകർഷിച്ചു. ജീവിതത്തിൽ നീ ഉഷസ്സേ തൂ വെളിച്ചം തൂകി നിന്നു, കൺമണി നീ വന്നത് തൊട്ട് മനസ്സിൽ പൂവിരിഞ്ഞു, അക്കൊഴിഞ്ഞ പൂക്കളുമായി നിൽക്കുമെന്നെ നീ മറന്നു. അതുപോലെ ചങ്ങമ്പുഴയുടെ മനസ്സിനെയും രമണനിലെ വരികളും എന്നെ കോൾമയിൽ കൊള്ളിക്കാറുണ്ട് ഇപ്പോഴും. കാവ്യനർത്തകയും അതുപോലെ വളരെ പ്രസിദ്ധങ്ങളായ നിരവധി കവിതകൾ എനിക്ക് ഹൃദിസ്ഥമായിരുന്നു. കാവ്യനർത്തി തുടക്കം തൊട്ട് അവസാനം വരെ ഒറ്റയിരുപ്പിന് ചൊല്ലി പഠിച്ച ആളാണ് ഞാൻ. അതുപോലെ മനസ്സിനി, ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നെങ്കിലും ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ പോലും മലയാള കവിതകൾ ചൊല്ലിക്കേൾപ്പിക്കുന്ന ഒരു പതിവ് എനിക്കുണ്ട്. കുട്ടികളെ കവിതയിലേക്ക് സമീപിക്കുക. അതുപോലെ തന്നെ വൈലോപ്പിള്ളി, മലയാളത്തിലെ ഏറ്റവും വലിയ 2 കവികൾ ചങ്ങമ്പുഴയും വൈലോപ്പിള്ളിയുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വൈലോപ്പിള്ളിയേക്കാൾ വളർന്ന ഒരു കവി മലയാളത്തിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഉണ്ടെങ്കിൽ അത് കുമാരനാശാൻ മാത്രമാണ്. തീർച്ചയായിട്ടും വൈലോപ്പിള്ളിയുടെ അത്താഴത്തിന് പിൻപറ്റ് അറബിക്കഥ നിർത്തി ഞാൻ, 1001 രാവിന്റെ ആനന്ദത്തിൽ അലിഞ്ഞു ഞാൻ എന്ന് തുടങ്ങുന്ന ആ കവിത ആ അറബിക്കഥകളെ പറ്റിയുള്ള കവിതയാണ്. എത്ര ഹൃദ്യമാണ്, എത്ര മനോഹരമാണ്. അത്താഴത്തിന് പിൻപറ്റ് അറബിക്കഥ നിർത്തി ഞാൻ, 1001 രാവിന്റെ ആനന്ദത്തിൽ അലിഞ്ഞു ഞാൻ. ഇത്ര സുന്ദരമായ വരികൾ. അതുപോലെ തന്നെ കന്നിക്കൊയ്ത്ത്, മാമ്പഴം, സഹ്യന്റെ മകൻ, മലയാളത്തിലെ ഏറ്റവും മികച്ച കവിതകളിലൊന്ന് സഹ്യന്റെ മകനാണ്. ഉത്സവം നടക്കുകയാണ് അമ്പലമുറ്റത്ത്, ഉയർന്നുജ്വലിൽ തീവെട്ടികൾ വിളക്കും വെളിച്ചത്തിൽ. ആ സമയത്ത് ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് എഴുന്നള്ളിച്ച് നിർത്തിയിരുന്ന ആനയ്ക്ക് ഭ്രാന്തളകുകയാണ്, മതവിളകി അവിടെ ഗോഷ്ഠികൾ കാണിക്കുന്നു. ആന ഓടുകയാണ്. ആ ആനയെ വെടിവെച്ച് കൊല്ലുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ആ ആന ഓടാൻ കാരണം എന്താണ്? അവിടെ കണ്ട തീവെട്ടിയോ ചെണ്ടമേളമോ അല്ല, അതിന്റെ കുട്ടിക്കാലത്തെ പറ്റി ഓർത്തു. സഹ്യാദ്രി സാനുക്കളിലൂടെ ഓടി നടക്കുന്നതും കാട്ടിലെ പൊയ്കയിൽ നിന്ന് വെള്ളം കുടിക്കുന്നതും ഒക്കെ ഓർത്ത് നിന്ന ആന സ്വയം മറന്ന് ഓടുകയാണ് ചെയ്തത്. ആ ഓട്ടം അതിന്റെ മരണത്തിന് കലാശിച്ചുവെങ്കിലും തീർച്ചയായും അതൊരു മനസ്സിലാക്കാൻ ഒരു കവി മാത്രമേ മലയാളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. സഹ്യന്റെ മകൻ ഉജ്ജ്വലമായ കവിതയാണ്. വായിച്ചിട്ടില്ലാത്തവർ അത് വായിക്കേണ്ടതാണ്. സാറേ, അതുപോലെ തന്നെ നമ്മളെ വൈലോപ്പിള്ളി, ചങ്ങമ്പുഴ, ഇതോടൊപ്പം തന്നെ സാറിന് വ്യക്തിപരമായ അടുപ്പമുള്ള കുട്ടനാടിന്റെ സാഹിത്യകാരനായിട്ടുള്ള തകഴിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളതായിട്ട് സാറിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി. തകഴിയുടെ അയൽക്കാരനായി ഞാൻ ജീവിച്ചതിനിടയ്ക്ക് കാലത്തും വൈകിട്ടും ഒക്കെ സമയം കിട്ടുമ്പോൾ തകഴിച്ചേട്ടൻ്റെ വീട്ടിൽ പോയിരുന്ന് സംസാരിക്കുമായിരുന്നു. അദ്ദേഹം ചെമ്മീൻ എഴുതിയ കാലത്ത് ഞാൻ STS ഗ്രന്ഥശാലയുടെ പ്രസിഡന്റാണ്. എനിക്കന്ന് കഷ്ടിച്ച് 20 വയസ്സേ പ്രായമുള്ളൂ. പക്ഷേ ആ 100 പ്രതിയാണ് ആദ്യം കോട്ടയത്ത് NBS പ്രിന്റ് ചെയ്ത് ഇറക്കി കൊടുത്തത്. ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങള് കോട്ടയത്ത് പോയി ആ പുസ്തകം വാങ്ങി വായിച്ചു. അങ്ങനെ മലയാളത്തിന്റെ ചെമ്മീൻ എന്ന് പറയുന്ന പുസ്തകം മലയാളത്തിൽ ഇറങ്ങിയപ്പോൾ ആദ്യം വായിക്കാൻ ഒരു അവസരം എനിക്ക് കിട്ടി. അതിനുശേഷം 4 കൊല്ലം കഴിഞ്ഞ് ഞാൻ തകഴി സ്കൂളിൽ അധ്യാപകനായി ചെല്ലുമ്പോൾ തകഴിയുടെ ചെമ്മീനിന്റെ ഇംഗ്ലീഷ് പരിഭാഷ കയ്യെഴുത്ത് പ്രതിയായിട്ട്
അതിന്റെ സൃഷ്ടാവ് ഓൾ ഇന്ത്യ റേഡിയോയുടെ മാനേജരായിരുന്ന നാരായണ മേനോനാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഷ്രിംസ് എന്ന പേരിൽ SHRIMPS ഷ്രിംസ് എന്ന പേരിൽ ഇംഗ്ലീഷിലെ പതിപ്പിറങ്ങി. ടൈപ്പ് ചെയ്ത കോപ്പിയുമായിട്ട് തകഴിയെ കാണാൻ നാരായണ മേനോൻ തന്നെ വരുന്നു. അദ്ദേഹം തകഴി വായിച്ചതിന് ശേഷം ഈ കോപ്പി എന്നെ ഏൽപ്പിക്കുകയും നീ ഇതൊന്ന് വായിച്ചു നോക്കിക്കൂ എന്ന് പറയുകയും ചെയ്തത് എനിക്ക് ഏറ്റവും അഭിമാനം തരുന്ന ഒരു കാര്യമാണ്. അന്ന് അങ്ങനെ മലയാളത്തിൽ പുസ്തകം ഇറങ്ങിയപ്പോൾ ആദ്യം വായിച്ച ഒരാൾ ഞാനാണ്. ഇംഗ്ലീഷ് പരിഭാഷ ഇറങ്ങിയപ്പോൾ 1960 അത് വായിക്കാൻ അവസരം കിട്ടിയത് എനിക്കാണ്. അത് തകഴിയുടെ പ്രത്യേക താല്പര്യം കൊണ്ടാണ് എനിക്കത് വായിക്കാൻ പറ്റത്. അത് എനിക്ക് എന്റെ ജീവിതത്തിൽ മറക്കാനൊക്കാത്തൊരു കാര്യമാണ്. സാറേ, സാർ ഇത് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത ശരീരത്തിനൊക്കെ ഒരു വല്ലാഴിക തോന്നുക. കാരണം മറ്റൊന്നുമല്ല, നമ്മളൊക്കെ ഇങ്ങനെ വായനയിലും അക്ഷരങ്ങളിലൂടെ മാത്രം ആരാധ്യരെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളാണ് ഇവരെയൊക്കെ കുറിച്ച് കേൾക്കുകയല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല, ഞങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഈ ആളുകളും ഒക്കെ ആയിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു പരിചയം എനിക്ക് അങ്ങനെ ഒരു വലിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് KPSCയുടെ നാടക ട്രൂപ്പിൽ അംഗമായിരുന്ന ONV കുറുപ്പ് സാധാരണ എറണാകുളത്ത് വരും. നാടകമുള്ള സമയത്തെല്ലാം അവർ എറണാകുളത്ത് ആ ടീം കാണും. എൻ്റെ മുറിയിലാണ് ONV കുറുപ്പ് കിടക്കാൻ വന്നുകൊണ്ടിരുന്നത്. നാടകം കഴിഞ്ഞ് വന്നാൽ രാത്രി കിടക്കുന്നത് എൻ്റെ കൂടെ, എൻ്റെ മുറിയിലാണ്. അതുപോലെ തന്നെ വയലാർ രാമവർമ്മ, അദ്ദേഹം സ്വതന്ത്രനായിട്ട് നടക്കുകയാണ്, സിനിമയ്ക്ക് പാട്ട് എഴുതി നടക്കുകയാണ്. വയലാർ ആദ്യമായി സിനിമയ്ക്ക് പാട്ട് എഴുതിയത് കൂടപ്പിറപ്പ് എന്ന് പറഞ്ഞ സിനിമയാണ്. അത് മഹാരാജാസ് കോളേജിലെ ഒരു കഥയാണ്. മഹാരാജാസ് കോളേജിനെ അടിസ്ഥാനമാക്കി അതിൻ്റെ ഒരു പ്രേമകഥ പൂഞ്ഞക്കർ റാഫി എഴുതിയത് സിനിമയാക്കുകയാണ് ഉണ്ടായത്. അതിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പാട്ടാണ് തുമ്പി തുമ്പി വാവ തുമ്പത്തടലിൽ വാവ. ഈ പാട്ട് എഴുതിയത് വയലാർ രാമവർമ്മയാണ്. ആദ്യത്തെ അദ്ദേഹത്തിന്റെ സിനിമാ പാട്ടാണത്. അങ്ങനെ ONV കുറുപ്പും വയലാർ രാമവർമ്മയും DM പൊറ്റക്കാടും എരൂർ വാസുദേവും MS ദേവദാസും തുടങ്ങിയ നിരവധി എഴുത്തുകാരുമായി എനിക്ക് ബന്ധമുണ്ടായി. സാനുമാർഷ എൻ്റെ അധ്യാപകനുമാണ്. അങ്ങനെ ഒരുപാട് മുണ്ടശ്ശേരി മാഷുമായിട്ട് സംസാരിക്കാൻ എനിക്ക് പല അവസരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പൊൻകുന്നം വർക്കെയൊക്കെ മഹാരാജാസ് കോളേജിൽ കൊണ്ട് പ്രസംഗിപ്പിക്കാൻ എനിക്ക് കഴിച്ചിട്ടുണ്ട്. ഇവരുമായി എഴുത്തുകുത്ത് നടത്താൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ സാഹിത്യകാരന്മാരുമായി സംസാരിക്കാനുള്ള വിഷയം അന്ന് എനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. അവരുമായി സാഹിത്യം സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മള് സാറിന്റെ ഈ പറയുന്ന ദീർഘമായ ഈ കാലഘട്ടം എനിക്കൊന്ന് മലയാള സാഹിത്യം അല്ലെങ്കിൽ മലയാളത്തിലെ സിനിമ ഈ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കുട്ടനാട്, ഇതിന്റെ തുടക്കകാലത്ത് കുട്ടനാട് അതിനൊക്കെ ഇതിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമായിരുന്നു, അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ആയിരുന്നു. കുട്ടനാട്ടിലെ അന്ന് നാടക ട്രൂപ്പ് മാത്രമുള്ള ഒരു കാലമാണ്. പക്ഷെ ഇവിടെ കുട്ടനാട്ടിൽ അറിയപ്പെടുന്ന നടന്മാരില്ലെങ്കിലും ആലപ്പുഴ, അരിപ്പാട്, ഓച്ചിറ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കലാകാരന്മാരുള്ള ഒരു സ്ഥലമാണ്. ഇവരുടെയൊക്കെ നാടകങ്ങൾ തലവടിയിലുമൊക്കെ നടത്തിയതായിട്ട് എൻ്റെ ഓർമ്മയുണ്ട്. ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ചില വ്യക്തികൾ ഇല്ലാന്നില്ല. മലയാളത്തിലെ തകഴി ശിവശങ്കരപ്പിള്ള വളർന്നു വന്നതോടെ തകഴിയുടെ പുസ്തകങ്ങൾ വായിക്കരുതെന്ന് വിലക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്താണ് വായിക്കണമെന്നൊരു തോന്നല് എനിക്കുണ്ടായതും രണ്ടിടം കഴിയും, തോട്ടിയുടെ മകനും, ചെമ്മീനും ഒക്കെ വായിക്കാൻ ഞാൻ ഇടയായത്. അദ്ദേഹത്തിന്റെ ആദ്യകാല കൃതികൾ തന്നെ വായിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് അഭിമാനമാണ്. നിരവധി എഴുത്തുകാരെ വിളിച്ചുകൊണ്ടുവന്ന് വായനശാലയുടെ ഗ്രന്ഥശാലയുടെ മീറ്റിങ്ങിന് പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി എഴുത്തുകാരുടെ വീടുകളിൽ പോകാനും അവരുമായി സംസാരിക്കാനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എഴുത്തുകാരുടെ കൂടെ വളർന്നു വന്ന ഞാൻ എപ്പോഴും എന്നേക്കാൾ 2, 3, 4 പടി ഉയരെയുള്ള ആളുകളുമായിട്ടാണ് ഇടപെട്ടിരുന്നത്. അതെനിക്കൊരു വലിയ ഭാഗ്യമായി. സാറ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പ്രദേശത്ത്, ഈ പറയുന്ന കുട്ടനാട് അല്ലെങ്കിൽ തലവടി പ്രദേശങ്ങളിൽ ഈ പറയുന്ന വായനയുടെ പ്രചാരത്തിനു വേണ്ടി സാറിന് ഏത് രീതിയിലായിരുന്നു സാർ ഇടപെട്ടിരുന്നത്? തീർച്ചയായും
ഈ വായനശാലയുടെ വാർഷിക സമ്മേളനങ്ങളിലൊക്കെ വായിക്കേണ്ട പുസ്തകങ്ങളെ പറ്റിയൊക്കെ ഞാൻ പ്രസംഗിക്കുമായിരുന്നു. അങ്ങനെ ആ കൂട്ടത്തിലെ ബാലചന്ദ്രനും സ്വാമി ചങ്ങാതിമാരും തകഴിയുടെ തകഴിയുടെ രണ്ടിടങ്ങഴിയെ പറ്റി ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാറുള്ള ആളാണ്. കാരണം തകഴി ഏറ്റവും വലിയൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടെയാണ് എന്ന് ഞാൻ പറയും. രണ്ടിടങ്ങഴി കർഷകനാണ്. കർഷകന് പ്രാധാന്യം കൊടുത്ത, കൃഷിത്തൊഴിലാളിക്ക് പ്രാധാന്യം കൊടുത്ത ഒരു നോവലാണ്. കൃഷിഭൂമി കർഷകന് എന്ന മുദ്രാവാക്യത്തോടെ അവസാനിക്കുന്ന നോവലാണ്. ആ നോവൽ തീർച്ചയായും ഇന്ത്യയുടെ തന്നെ ഭൂമിശാസ്ത്രപരമായ ചരിത്രപരമായ മാറ്റങ്ങൾക്ക് കാരണമായ പുസ്തകമാണ്. കുട്ടനാട്ടിലെ നെൽകൃഷിയുടെ ഉടമസ്ഥാവകാശത്തിലെ കർഷകന്റെ അവകാശങ്ങളിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയ പുസ്തകം രണ്ടിടങ്ങഴിയാണ്. രണ്ടിടങ്ങഴി എന്ന് പറയുന്ന പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചതിന് അന്ന് ജയിലിൽ കിടന്നിരുന്ന ടി വി തോമസ് 100 രൂപ തകഴിക്ക് പാരിതോഷികം കൊടുത്ത കാര്യം എന്റെ ഓർമ്മയിലുണ്ട്. കാരണം ആ രണ്ടിടങ്ങഴിയിൽ പറയുന്ന കാര്യങ്ങളാണ് പിന്നീട് KR ഗൗരി ഇവിടെ ഭൂനിയമമായിട്ട് അവതരിപ്പിച്ചത്. ഇന്ന് രാഷ്ട്രീയക്കാർ പറയുന്ന കാര്യമാണ്, ഇന്ന് സാഹിത്യകാരന്മാർ പറയുന്ന കാര്യമാണ് നാളെ രാഷ്ട്രീയ നേതാക്കൾ ഏറ്റുപാടുന്നത്. പാട്ടുകാരൻ നാളെയുടെ കാട്ടുകാരനാണ്. നാളെ എന്ത് നടക്കുന്നു എന്ന് പറയേണ്ടത് ഇന്നത്തെ സാഹിത്യകാരന്മാരാണ്. അതാണ് കുമാരനാശാൻ ചെയ്തത്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞത് താക്കീതാണ്. അത് ഒരു കവിക്കേ പറയാനൊക്കെ ഉള്ളൂ. അങ്ങനെ ശിവശങ്കരപ്പിള്ളയും കുമാരനാശാനും തോപ്പിൽ വാസിയും ഈ കേരളത്തിലെ രാഷ്ട്രീയമായ മുന്നോട്ടത്ത് ഉള്ള പ്രയാണത്തിന് അത്ഭുതകരമായ പങ്കാണ് വഹിച്ചിരിക്കുന്നത്. സാറേ, സാർ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 1947 എനിക്ക് തോന്നുന്നു സാർ ആ സമയത്ത് സജീവ മനുഷ്യൻ ഒരു വിദ്യാർത്ഥിയായിട്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷെ ജീവിക്കുന്നത്. ആ കാലത്തെ ഒന്ന് ഓർമ്മിച്ചാൽ അങ്ങനെ. തീർച്ചയായിട്ടും സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ത്യൻ രണ്ടാം ലോകയുദ്ധം തുടങ്ങി. രണ്ടാം ലോകയുദ്ധം തുടങ്ങിയതോടെ ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായതുകൊണ്ട് ഇന്ത്യയുടെ അനുവാദമില്ലാതെ, ഇന്ത്യക്കാർക്ക് സമ്മതമില്ലാതെ ഇന്ത്യ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ് ചെയ്തത്. അതിൽ ഇന്ത്യക്കാർക്ക് വളരെ വേദനയുണ്ടായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യലബ്ധിക്ക് ഒരു കാരണമായി ഇത് മാറുമെന്നുള്ള ഒരൊറ്റ വിചാരത്താൽ ഗാന്ധിജി ഈ യുദ്ധത്തെ അനുകൂലിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നിരവധി പേർ ഇന്ത്യയിൽ നിന്ന് പട്ടാളത്തിൽ ചേരാൻ പോവുകയും സൈന്യത്തിൽ ചേർന്ന് ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യുകയും ചെയ്തു. ആ കാലത്താണ് നേതാജി ബോസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ആർമി ബർമയിലൂടെ ഇന്ത്യയിലേക്ക് കടന്നത്. അങ്ങനെ ആ സമയത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നതുകൊണ്ട് ധാരാളം ഇന്ത്യക്കാർ ബോസിന്റെ ആർമിയിലേക്ക് ചേരാൻ പോയി. അങ്ങനെ ഇന്ത്യൻ ആർമി ഉണ്ടാകുകയും നേതാജി ബോസ് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ബോസ് ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. നേതാജി ബോസ് ഇന്ത്യയിലേക്ക് വരാൻ പറ്റിയില്ലെങ്കിലും അന്ന് ജപ്പാന്റെ സഹായത്തോടുകൂടി ബർമ കേന്ദ്രമാക്കി ഒരു സ്വതന്ത്ര ഭാരതത്തിന്റെ ഗവൺമെന്റ് രൂപീകരിക്കാൻ നേതാജി ബോസ് തയ്യാറായതൊക്കെ എന്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ ജനിച്ചു വന്നത്. അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തൊക്കെ അതിന്റെ ആ ഒരു ദിവസത്തെ കുറിച്ച് ഓർക്കുന്നു? തീർച്ചയായിട്ടും ഓർക്കുന്നു. അന്ന് കുട്ടനാട്ടിലുണ്ടായിരുന്നത് 2-3 നേതാക്കന്മാരാണ്. ഒന്ന് തകഴി ശിവശങ്കരപിള്ള തന്നെയാണ്, മറ്റൊരാൾ ശ്രീകണ്ഠൻ നായർ, വർഗീസ് അഗസ്റ്റിൻ. എടത്വ പുഞ്ചായിച്ചിറയിലെ വർഗീസ് അഗസ്റ്റിൻ ത്യാഗിയായ ഒരു മനുഷ്യനാണ്. ഒരു കാലിന് ചടന്തുള്ള വർഗീസ് അഗസ്റ്റിൻ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യാഥ നയിക്കുന്നത് ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിരിക്കുന്നു. വർഗീസ് അഗസ്റ്റിൻ അദ്ദേഹം ഒരു ലോ ഗ്രാജുവേറ്റാണ്. ജോലിക്ക് പോകാതെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരു മഹാനായ മനുഷ്യനാണ്. അതുപോലെ കണ്ടത്തിലെ ഇടുക്കള സാറ്, മുട്ടാറിനടുത്തുള്ള കണ്ടത്തിൽ വീട്ടിലെ ഇടുക്കള സാറ്, അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നതും തലവടിയിലും കുട്ടനാട്ടിലും
ഇതിന്റെ പ്രവർത്തനങ്ങൾ. അപ്പൊ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ദിനത്തില് എങ്ങനെയായിരുന്നു അന്നത്തെ? അന്നൊരു ഘോഷയാത്ര ഉണ്ടായിരുന്നു. ആ തലവടിയിൽ നിന്ന് എടത്വായിലേക്ക് ഒരു ഘോഷയാത്ര. അത് നയിച്ചത് റീ സദസ്യനാണ്. അതുകൂടാതെ അക്കാലത്ത് അമ്പലപ്പുഴയിൽ ഇതിന് നേതൃത്വം കൊടുത്തിരുന്നത് കെ കുഞ്ചുപിള്ള സാറാണ്. കെ കുഞ്ചുപിള്ള സാറിന്റെ മകനാണ് കുമാരപിള്ള, കെ കുമാരപിള്ള, മഹേശ്വരി അമ്മ. അതുപോലെ കുഞ്ചുപിള്ള സാറിന്റെ രാഷ്ട്രീയ ശിഷ്യനാണ് ശ്രീകണ്ഠൻ നായർ, ശ്രീകണ്ഠൻ നായർ. അങ്ങനെ ഒരു വലിയ ചരിത്രമുള്ള ഒരു കുടുംബമാണ് കങ്കോലി എന്ന് പറയുന്ന ഒരു കരുവാടിലെ കുടുംബം. അവരെല്ലാം വലിയ ത്യാഗികളായിരുന്നു, രാജ്യത്തിന് വേണ്ടി ജീവിച്ചവരാണ്, ഒന്നും സ്വന്തമായി നേടിയവരല്ല. കുഞ്ചുപിള്ള സാറ് മഹാത്യാഗിയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അമ്പലപ്പുഴ സ്മാരകം സ്കൂളിന്റെ കൊണ്ട് കരുവാടിയില് കുഞ്ചുപിള്ള സ്മാരക ഗ്രന്ഥശാലയുണ്ട്, ശ്രീകണ്ഠൻ നായരുടെ സ്മാരകം കരുവാടിയിലുണ്ട്. ഇങ്ങനെ വളരെയധികം ത്യാഗികളായ ആളുകളുടെ ഒരു കേന്ദ്രമായിരുന്നു കുട്ടനാട്. കുട്ടനാട് രാമകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അക്കാലത്ത് ജീവിച്ചിരുന്നു. അദ്ദേഹം ഒരു കലാകാരൻ കൂടിയായിരുന്നു. അദ്ദേഹത്തെയും ഞാൻ ബഹുമാനത്തോടെ ഓർക്കുകയാണ്. അങ്ങനെ അറിയപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. പിന്നീട് കുട്ടനാട്ടിൽ സാഹിത്യകാരന്മാരുടെ ഒരു വളർച്ചയുണ്ടായി. അയ്യപ്പ പണിക്കർ സാറും കവാലം വിശ്വാസകുറുമ്പും കവാലം താരണപ്പണിക്കരും ഒക്കെ തകഴിയെ പോലെ തന്നെ വളർന്നു വന്നവരാണ്. തീർച്ചയായും ഇവരൊക്കെ കുട്ടനാടുണ്ടാക്കി തന്ന പേര് എന്നും നിലനിർത്താൻ വേണ്ടി തലവടി ഗവൺമെന്റ് സ്കൂളിന്റെ ശതാബ്ദി സമയത്ത് ഒരു സ്മരണിക ഇറക്കിയിട്ടുണ്ട്. അത് കുട്ടനാടിന്റെ ഗന്ധമുള്ള മണമുള്ള ഒരു ഒന്നാന്തരം പ്രസിദ്ധീകരണമാണ്. അതിൽ ഈ കുട്ടനാട്ടിലെ പ്രമുഖ സാഹിത്യകാരന്മാരുടെ കൃതികൾ സെലക്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. തീർച്ചയായും കുട്ടനാട് ഇത് ചരിത്രം ഉറങ്ങുന്ന ഒരു പുസ്തകമാണ്. സാറേ, ഇപ്പൊ സാർ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനടുത്ത്, ഏതാണ്ട് 90 വർഷത്തെ ജീവിതം സാറിന് ഉണ്ട്. അത് പ്രത്യേകിച്ച് കുട്ടനാടിന്റെ ആ പഴയ ചരിത്രത്തെ കുറിച്ചൊക്കെ അത്യാവശ്യം ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്ന ഒരു വിജ്ഞാന ശേഖരമാണ് അങ്ങന്ന്. അപ്പോൾ നമ്മള് സാർ ഇത്രയും കാലം ജീവിച്ചു. സാറിന്റെ ഭാര്യ, മക്കള്, അവരെ കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ ഭാര്യ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനി ആയിരുന്ന കാലത്താണ് എൻ്റെ വിവാഹം. അതുകൊണ്ട് ഭാര്യയിൽ നിന്ന് വിദ്യാഭ്യാസപരമായതോ ബുദ്ധിപരമായതോ വളരെയേറെ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും എൻ്റെ ഇഷ്ടങ്ങൾ നോക്കി എന്നെ എന്നോട് സഹകരിക്കാനും തയ്യാറായി. പക്ഷെ എൻ്റെ 2 പെൺകുട്ടികളും പഠിക്കാൻ സമർത്ഥരായിരുന്നതുകൊണ്ട് ഒരാൾ ലിറ്ററേച്ചർ എംഎയും ഒരാൾ ഫിസിക്സ് MSCയും ജയിച്ച് രണ്ടുപേരും മാന്യമായി 2 സ്ഥലങ്ങളിൽ കഴിയുകയാണ്. തീർച്ചയായും അവർക്ക് വിദ്യാഭ്യാസം നൽകി എന്നുള്ളത് മാത്രമാണ് എൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾ. എൻ്റെ കുടുംബത്തിന് ഞാൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം എൻ്റെ 2 കുട്ടികളെ പഠിപ്പിച്ച് വിവാഹം കഴിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ്. അവർ മാന്യമായി ജീവിക്കുന്നു, നല്ല ജീവിക്കുന്നു. സാറിന്റെ പ്രിയങ്കരിയായിട്ടുള്ള ഭാര്യ കുറെ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി. 25 വർഷം മുമ്പ് ക്യാൻസർ രോഗിയായി മരണപ്പെട്ടു. അപ്പൊ മക്കളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് അവരവരുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലാണ് നയിക്കുന്നു. അപ്പൊ സാർ ഇപ്പോഴും കുടുംബത്തിൽ എങ്ങനെയാണ്? ഒറ്റയ്ക്കാണോ സാറിന്? ഇപ്പൊ ഞാന് എനിക്കൊരു സഹായി മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ആ സഹായി ആഹാരമൊന്നും ഉണ്ടാക്കി തരുന്നില്ലെങ്കിലും അയാളുടെ മറ്റ് സേവനവും എനിക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. രാത്രികാല കൃത്യങ്ങളിൽ എനിക്കൊരു കൂട്ടാണ്. എനിക്ക് എൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്ന അദ്ദേഹമാണ്. തീർച്ചയായും എനിക്ക് നിരവധി സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. തലവടിയില് എനിക്കുള്ള സുഹൃത്തുക്കളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഞാൻ ഇവരുടെ എല്ലാം കാര്യങ്ങളിൽ ഇടപെടുകയും ഇവരെല്ലാം സമ്പർക്കം പുലർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പറയും, ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് പറയുന്നുണ്ട്. സാറേ, സാറ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ദിവസങ്ങളോളം സാറിനോട് സംസാരിക്കാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ സത്യത്തിൽ സാറിനെ കുറെ കാലങ്ങളായിട്ട് സാറിനെ കാണാറുണ്ട്. കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, സാർ ഒരു സ്കൂട്ടറിൽ ഒരു ജുബായൊക്കെ ധരിച്ച് തോളിൽ ഒരു സഞ്ചിയുമൊക്കെ ആയിട്ട് സാർ യാത്ര ചെയ്യുന്നത് ഞാൻ നിരവധി തവണ കണ്ടിട്ടുണ്ട്.
പക്ഷെ എനിക്ക് സാറിനോട് കൂടുതൽ സംസാരിക്കാനും സാറിനോട് കൂടുതൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടായത് തലവടിയിലുള്ള ചർച്ചാവേദി എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ്. എനിക്ക് തോന്നുന്നത് എനിക്ക് സാറിനോട് കൂടുതലായി സംസാരിക്കണമെന്നും സാറിന് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉദിച്ചതുപോലും എനിക്ക് തോന്നുന്നത് ഈ ചർച്ചാവേദിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ചർച്ചാവേദിയിൽ സാറ് അതിന്റെ സ്ഥാപനത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണക്കാരനാണെന്ന് അവിടുത്തെ ആളുകൾ പ്രത്യേകിച്ച് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നതിന്റെ പിന്നിലെ കാര്യം അതിന്റെ കാരണം തലവടിയില് ഒറ്റപ്പെട്ട പല സാഹിത്യ സമ്മേളനങ്ങൾ നടക്കാറുണ്ട്. അക്കൂട്ടത്തില് CG രാജഗോപാൽ എന്ന് പറയുന്ന ഒരു ഹിന്ദി പ്രൊഫസർ തുളസീദാസ് രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. അദ്ദേഹം ആ പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് അവാർഡൊക്കെ കിട്ടി, കേന്ദ്ര ഗവൺമെന്റ് അവാർഡൊക്കെ കിട്ടി. ആ പുസ്തകത്തിന്റെ പ്രചാരണാർത്ഥം ഞാനും ഇറങ്ങിത്തിരിച്ചു. കാരണം മലയാളത്തില് തുളസീദാസ് രാമായണത്തിന്റെ പരിഭാഷ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. കാരണം തുളസീദാസ് രാമായണത്തിന് മറ്റു ഭാഷകളിലൊക്കെ പല പരിഭാഷകളുണ്ടെങ്കിലും മലയാളത്തില് ഒരൊറ്റ പരിഭാഷയേ ഉള്ളൂ. അത് വെണ്ടുകുളം ഗോപാലക്കുറുപ്പിൻ്റെതാണ്. അതിന് പ്രചാരമില്ലാതെ പോയി. കാരണം അതിന്റെ കവിത്വം കുറഞ്ഞു പോയി. അതുകൊണ്ട് അതിന്റെ വായനക്കാർ കുറഞ്ഞു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് CG രാജഗോപാൽ ഈ പുസ്തകം 7 വർഷം കൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകം വിറ്റ് പണമാക്കി കൊടുക്കാനായിട്ടൊക്കെ ഞാനിവിടെ ഉത്സാഹിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിന് സ്വീകരണം തലവടി കൊടുത്തപ്പോൾ ഞാൻ ആ യോഗത്തിൽ വെച്ച് ഞാൻ പറഞ്ഞു, തലവടിയിലെ എഴുത്തുകാരുണ്ട്, ഇവിടെ മലേഷ്യ രാമകൃഷ്ണൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ജേക്കബ് മനയിലുണ്ട്, പൊൻകുന്നമ്മർക്ക് ജനിച്ചത് തലവടിയുടെ ഇടത്തായിലെ അതിലുള്ള വിട്ടുതോടിന്റെ കരയിലാണ്. ഇങ്ങനെ സാഹിത്യവുമായി ബന്ധമുണ്ട്. കണ്ണശ്ശരാമായണം നേരണത്തുകാര് കവികൾ എഴുതിയതാണ്. ഇതുപോലെ ജി കുമാരമുണ്ട്, നെടുപ്പുറത്തുകാരനാണ്. ഇവരെ പറ്റിയൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ജേക്കബ് മനയിൽ 25 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച ആളാണ്, അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുക്കണം. അങ്ങനെ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കാൻ വേണ്ടിയാണ് ഈ ചർച്ചാവേദി എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത്. അങ്ങനെ ആ സംഘടന ഉജ്ജ്വലമായ ഒരു സ്വീകരണം അദ്ദേഹത്തിന് നൽകുകയും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ തലവടിക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. 40 വർഷം അമേരിക്ക കഴിഞ്ഞിരുന്ന ജേക്കബ് മനയിലിന്റെ പുസ്തകങ്ങൾ തലവടിക്കാർ വായിച്ചിട്ടേ ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അക്ഷരശ്ലോക സാഗരം എന്ന് പറയുന്ന 5000-ഓളം ശ്ലോകങ്ങൾ ഉൾപ്പെടുന്ന ഒരു മലയാള പുസ്തകമുണ്ട്. അതുപോലെ ഒരു പ്രസിദ്ധീകരണം മലയാളത്തിലില്ല. അത് അമ്പലപ്പുഴ ഗോപകുമാർ അതിൻ്റെ ഒരു വക്താവായി മാറുകയും അദ്ദേഹം ഈ ജേക്കബ് മനയിലിന് സ്വീകരണം നൽകിയ യോഗത്തിൽ വന്ന് പങ്കെടുത്ത് ഉജ്ജ്വലമായ ഒരു പ്രസംഗം നടത്തുകയും ചെയ്തു. അങ്ങനെ അതിനെ തുടർന്നാണ് ചർച്ചാവേദി എന്ന സംഘടന പ്രവർത്തനത്തിലേക്ക് വന്നത്. അത് ചർച്ചാവേദി ഓരോ വർഷവും 4, 5, 6 പ്രാവശ്യം കൂടുകയും നിരവധി സാഹിത്യകാരന്മാരെ വരുത്തി പ്രസംഗിപ്പിക്കുകയും അവരെ അനുമോദിക്കുകയും ഒക്കെ ചെയ്ത് തലവടിയിൽ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ ഒരു പ്രസ്ഥാനം ബുദ്ധിപരമായ കാര്യങ്ങൾ, സാഹിത്യപരമായ കാര്യങ്ങൾ, വ്യക്തിപരമല്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രസ്ഥാനം ഈ നാട്ടിലുണ്ടെന്നും ആരെയും സ്വീകരിക്കാനും സൽക്കരിക്കാനും മാനിക്കാനും തയ്യാറുള്ള ഒരു സംഘടന നാട്ടിലുണ്ടെന്നുള്ളത് ബോധ്യമാവുകയും ചെയ്തു. തീർച്ചയായും അതിന്റെ തുടക്കത്തില് അതിനകത്ത് പ്രവർത്തിക്കാൻ കൊച്ചുമോനും കളങ്കരയിലെ R. മോഹനും ഉണ്ടായിരുന്നു. അതുകൂടാതെ ഞാൻ ഒരു വാക്കുകൂടി എനിക്ക് പ്രത്യേകിച്ച് പറയുന്നത്, എൻ്റെ ഒരു വിദ്യാർത്ഥിയായ വിനോദ് കുമാറിനെ പറ്റി എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വളരെ വളരെ മോശം സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ് വിനോദ് കുമാർ. അവരുടെ വീടിന്റെ പരിസരമൊക്കെ കള്ളവാറ്റ് നടത്തി വളരെ മോശമായ ജീവിതം നയിച്ചിരുന്ന ഒരു സംഘം ആളുകളുടെ ഒരു കൂടായിരുന്നു അവിടെ. ആ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയ സ്കൂളിലേക്ക് ഗവൺമെന്റ് മോഡൽ UP സ്കൂളിൽ പഠിക്കാൻ വന്ന ആളാണ് വിനോദ് കുമാർ. ഈ വിനോദ് കുമാറിന് അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചിരുന്ന മറ്റൊരു കുട്ടിയുമായിട്ട് ചേർന്ന് ഒരു ദിവസം സ്കൂളിന്റെ വരാന്തയിൽ ഒരു നാടകം നടത്തി. അത് ശ്രീരാമകൃഷ്ണന്മാരെ പറ്റിയോ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അവരുടെ സ്വന്തം ഒരു കൃതിയാണ്.
അവരുടെ സ്വന്തം ഭാവനയിൽ തോന്നിയ കാര്യങ്ങളാണ് അവർ വിളിച്ചു പറഞ്ഞത്. ഈ വിനോദ് എന്ന് പറയുന്ന കുട്ടിയും മറ്റേ കുട്ടിയും അവരുടെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം അവരുടെ സ്വന്തം നിലയിൽ തോന്നിയ കാര്യങ്ങളാണ്. ശരി. അല്ലാതെ ആരും പറഞ്ഞു കൊടുത്തതല്ല. ഇത് കണ്ട് പരമേശ്വരി കുറുപ്പ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കുറുപ്പ് സാറിനോട് പറഞ്ഞു, കുറുപ്പ് സാറെ, ഇവർ രണ്ടുപേരും ഇവരെ ഒന്ന് നമുക്കൊന്ന് പ്രോത്സാഹിപ്പിക്കണമല്ലോ, ഇവർക്കൊരു പ്രോഗ്രാം പഠിപ്പിച്ചു കൊടുത്താൽ ഇവരെ നടത്താം. അങ്ങനെ കുറുപ്പ് സാറിന്റെ ശ്രമഫലമായി രണ്ടുപേരെയും എനിക്ക് തോന്നുന്നത് കഥാപ്രസംഗം പഠിപ്പിക്കുകയാണ് ചെയ്തത് ആദ്യം. അതുപോലെ നാടകത്തിൽ അഭിനയിക്കാൻ പഠിപ്പിച്ചു, പ്രസംഗിക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ 5-6 വർഷത്തെ വിദ്യാഭ്യാസം കൊണ്ട് 2ാം ക്ലാസ് 3ാം ക്ലാസ് തുടങ്ങിയ ക്ലാസ്സുകളെ പഠിച്ച് 7ാം ക്ലാസ് ആയപ്പോഴേക്ക് ഇവർ സ്വതന്ത്രമായി പരിപാടികൾ അവതരിപ്പിക്കാൻ കഴിവുള്ളവരായി മാറി. അങ്ങനെ ഹൈസ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് കഥാപ്രസംഗത്തിൽ മുന്നിട്ട് നിൽക്കുകയും ചെയ്തു. അതോടെ ധാരാളം പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി വിനോദ്. വിനോദിന്റെ കൂട്ടുകാരന് ഇവിടെ അന്യസ്ഥലങ്ങളിൽ പോയി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പക്ഷെ വിനോദ് ഒരു സമർത്ഥനായ വിദ്യാർത്ഥിയായി മാറുകയും കലാരംഗത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. സാംബശിവന്റെ മുൻപിൽ കഥാപ്രസംഗം നടത്താൻ കഴിഞ്ഞ ആളാണ് വിനോദെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായും വിനോദിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ തുടങ്ങിയ സ്കൂൾ വഹിച്ച പങ്ക് ചെറുതല്ല, വലിയൊരു പങ്കാണ് നിർവഹിച്ചത്. വിനോദ് ഇന്നും ശ്രദ്ധേയനായ ഒരു കലാകാരനായി ജീവിക്കുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് അങ്ങേയറ്റം അതുകൊണ്ട് വിനോദ് പരിചയപ്പെടുത്തിയ മറ്റ് ധാരാളം സുഹൃത്തുക്കൾ എനിക്കുണ്ട്, യുവ സുഹൃത്തുക്കൾ. ആ കൂട്ടത്തിലുള്ള എല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. തീർച്ചയായും. ഏതാണെങ്കിലും എനിക്ക് ഈ വാക്കുകൾ തന്നെ നമ്മുടെ മനസ്സിന്റെ ചിന്തകളെ തീപിടിപ്പിക്കുകയാണ്. കാരണം കഴിഞ്ഞ 90 വർഷത്തെ ഒരു ജീവിതകാലം, ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 നൂറ്റാണ്ടിനടുത്ത ജീവിതം വലിയ ഒത്തിരി അനുഭവങ്ങളുടെ ഒരു കലവറയാണ്. പ്രത്യേകിച്ച് ആ കലവറയ്ക്കുള്ളിലേക്ക് ഒതുങ്ങുന്ന ഒരു വ്യക്തിത്വമായിരുന്നില്ല പ്രിയപ്പെട്ട അപ്പുസാർ എന്ന് വിളിക്കുന്ന PV രവീന്ദ്രനാഥ് എന്ന് പറയുന്ന ഈ മഹനീയനായ അധ്യാപകൻ. ഈ ദീർഘകാലം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി, അതിന് പ്രത്യേക അതിർവരമ്പുകളില്ലാതെ മാനവ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം പരിശ്രമിച്ചത്. ഇതുവരെയും അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പരിചയപ്പെട്ട, അദ്ദേഹവുമായി ബന്ധമുണ്ടായിരുന്ന, അദ്ദേഹം ബന്ധം സ്ഥാപിച്ചിരുന്ന ആളുകളുടെ പേരുകളും അതുമായിട്ടുള്ള അനുഭവങ്ങളും പങ്കുവച്ചപ്പോൾ നമ്മളൊരുപക്ഷെ നമ്മുടെ മനസ്സിൽ തന്നെ വല്ലാത്ത ഒരു ആനന്ദവും ആവേശവും ഉണ്ടായി. അത്തരത്തില് കുട്ടനാടിന്റെ വലിയൊരു ഇതിഹാസകാരനായിട്ടുള്ള അപ്പുസാറിനെ നമുക്ക് ഇന്ന് കാണുന്നതിനും സംസാരിക്കുന്നതിനും സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. കഴിഞ്ഞ 1 മണിക്കൂറിനടുത്ത സമയം അപ്പുസാറിന്റെ ജീവിതത്തിൽ വളരെ നിസ്സാരപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയാനായിട്ട് ഈ 1 മണിക്കൂർ കൊണ്ട് സാധിച്ചിട്ടുള്ളൂ. എങ്കിലും അദ്ദേഹത്തിന്റെ പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ 1 മണിക്കൂർ സമയം തലവടിയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും വായനയെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അധ്യാപനത്തെക്കുറിച്ചും വ്യത്യസ്ത സ്കൂളുകളെക്കുറിച്ചും അദ്ദേഹവുമായി ബന്ധം സ്ഥാപിച്ച ആളുകളെക്കുറിച്ചും ശിഷ്യഗണങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട അപ്പുസാറിന് ഈ ഇതുവരെയുമുള്ള സമയം ചെലവഴിച്ചതിന് ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെ മനസ്സിലാക്കാനും എന്നെപ്പറ്റി ഏതാനും വാക്കുകൾ സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും എൻ്റെ നന്ദി. ശരിയായ ഭാഷയിൽ പറഞ്ഞാൽ എപ്രകാരമുള്ള നന്ദിയാണെന്ന് പറയാനുള്ള വാക്കുകൾ എനിക്കില്ല. അത്ര അതിര് കഴിഞ്ഞ വാക്കുകൾ, ഏറ്റവും പരമാവധി അർത്ഥവത്തായ വാക്കുകൾ ഉപയോഗിച്ച് ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം. താങ്ക് യു.